9 വർഷത്തിനു ശേഷം നിലമ്പൂർ തിരിച്ചുപിടിച്ച UDF. നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ UDFന് ലഭിച്ച മികച്ച 4 ഭൂരിപക്ഷങ്ങളിലൊന്നാണ് ആര്യാടൻ ഷൌക്കത്ത് തന്റെ ആദ്യ വിജയത്തിലൂടെ കരസ്ഥമാക്കിയത്. ജൂൺ 19 നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 1,74,667 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 77,738 പേർ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിന് ലഭിച്ചത് 66,660 വോട്ടർമാരുടെ പിന്തുണ. ഇതോടെ നിലമ്പൂരിൽ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു പതിറ്റാണ്ടിനു ശേഷമാണ് നിലമ്പൂർ മണ്ഡലം UDF തിരിച്ചുപിടിക്കുന്നത്. 1987 മുതൽ 2011 വരെ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക സീറ്റായിരുന്ന നിലമ്പൂർ 2016 PV അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി LDF പിടിച്ചെടുത്തത്. 2021 നിലമ്പൂർ UDFന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും ഷൌക്കത്തിന്റെ മാതാവുമായ മറിയുമ്മ പറഞ്ഞു. സന്തോഷം ആര്യാടൻ ഷൌക്കത്ത് ആദ്യമായി മത്സരിച്ച് 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിനെതിരെ PV അൻവർ നേടിയത് 11,504 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ 2021 LDF ഭൂരിപക്ഷം 2,700 വോട്ടായി ചുരുക്കാൻ UDFന് കഴിഞ്ഞു. 2025 ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നിലമ്പൂർ നഷ്ടമാവുകയും ചെയ്തു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടിയെങ്കിലും 2021 തെരഞ്ഞെടുപ്പിന് ലഭിച്ച വോട്ടിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടും UDFന് 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 789 വോട്ടുകൾ കുറഞ്ഞു എന്നതാണ് വസ്തുത. 2021 UDF സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശ് നേടിയത് 78,527 വോട്ടുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അധികമായി എത്തിയ 7,787 വോട്ടർമാർ UDFന് ഗുണം ചെയ്തില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കണക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ അഭിമാന പോരാട്ടം നടന്ന നിലമ്പൂരിൽ UDF നേടിയത് ഉജ്ജ്വല വിജയം തന്നെയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇത് അവർക്ക് കൂടുതൽ ഊർജം പകരുകയും ചെയ്യും. നിലമ്പൂരിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.